ഈയിടെ ചെങ്ങന്നൂരിൽ നടന്ന ഒരു ബൈക്ക് ആക്സിഡന്റ് ആണ്. ബൈക്ക് സ്പീഡ് ചെയ്തു പോയി ക്രാഷ് ആവുന്നു. ശ്രദ്ധിച്ചില്ലേ, നമുക്കും ഇത് സംഭവിക്കാം. നിങ്ങളെ പോലെ തന്നെ ഞാനും സ്പീഡ് ചെയ്യാറുള്ളതാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ പറയുന്നത് ഒരിക്കലും ഒരു സ്പീഡ് ചെയ്യുന്നവർക്കുള്ള ഒരു ട്യൂട്ടോറിയൽ അല്ല. ഞാൻ എന്തൊക്കെ സേഫ്റ്റി കൺസേൺസ് ആണ് സ്പീഡ് ചെയ്യുമ്പോൾ എടുക്കുന്നത് എന്നാണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ, വണ്ടിയുടെ കണ്ടീഷൻ. നമ്മൾ ഓടിക്കുന്ന ബൈക്കിന്റെ കണ്ടീഷൻ നല്ലതായിരിക്കണം. അതിന് പ്രോപ്പറായിട്ട് ഒരു ബ്രേക്കിംഗ് വേണം, നല്ലൊരു ടയർ ഉണ്ടായിരിക്കണം, വണ്ടി ഓവറോൾ നല്ല മെയിൻ്റെനൻസിലായിരിക്കണം. രണ്ടാമത്തെ സിറ്റുവേഷൻ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടിയിലേക്ക് കയറുന്നു. നമ്മളിൽ പലരും ബിഗിനർ ആയിട്ടുള്ള ഒരു റൈഡേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരാൾ പുതിയതായിട്ടൊരു കൂട്ടുകാരൻ്റെയോ അല്ലെ ഷോറൂമിലോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ വണ്ടി എങ്ങനെ ബ്രേക്ക് ചെയ്ത് നിർത്താം എന്ന് പോലും നമുക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. അങ്ങനെ ആക്സിഡൻസിൽ കലാശിക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ സ്പീഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സേഫ്റ്റി ഗിയേഴ്സ്. നമ്മൾ ഹെഡ് ടു ടോ മിനിമം ഗിയർഡ് ആയിരിക്കണം. ഹെഡ് ടു ടോ എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ്, ബൂട്ട്, പിന്നെ റൈഡിംഗ് പാൻസ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്. അല്ലാതെ ഹെൽമെറ്റ് മാത്രമേ ഞാൻ വെക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. മൂന്നാമത്തെ സിറ്റുവേഷൻ, നമ്മൾ ഓടിക്കുന്ന ഹൈവേസ്. ആ ഹൈവേസ് ഡിവൈഡഡ് ആയിട്ടുള്ള ഹൈവേസ് ആയിരിക്കണം. കാരണം അൺഡിവൈഡഡ് ആയിട്ടുള്ള ഹൈവേസിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് ക്രാഷ് ചെയ്താൽ അത് ഇരട്ടി ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആയി. ഇനി നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ട കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. നമ്മുടെ ഹൈവേയുടെ കണ്ടീഷൻസ്. നമ്മുടെ ഹൈവേയിൽ പല പല കണ്ടീഷൻസ് ഉണ്ട്. പോരാത്തതിന് നമ്മളിപ്പോൾ ഹൈവേയുടെ പണി നടക്കുകയാണ്. എന്ത് സംഭവിക്കാം? അവിടെ കുഴികൾ കുഴിച്ചിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഇറക്കിയിടാം, അല്ലെങ്കിൽ ഓയിലോ വെള്ളമോ എന്തെങ്കിലും ഹൈവേയിൽ വരാം. പല പല സിറ്റുവേഷൻസ് ഹൈവേയിൽ വരാം. അതെല്ലാം സൂക്ഷിച്ചിട്ട് വേണം സ്പീഡ് ചെയ്യാൻ. ഇനി അടുത്തതാണ് ഹൈവേയുടെ ട്രാഫിക്സ്. നമ്മുടെ ഹൈവേസ് മോസ്റ്റ് ഓഫ് ദ ടൈം ട്രാഫിക് ഉണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും ബാംഗ്ലൂർ പോലത്തെയോ എറണാകുളം പോലത്തെയോ വലിയ വലിയ മെട്രോപോളിറ്റൻ സിറ്റീസിലൊന്നും അല്ല നമ്മൾ താമസിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഹൈവേസിലെല്ലാം ട്രാഫിക്സ് കാണും. അപ്പം ട്രാഫിക്സ് മാക്സിമം നോക്കിയിട്ട് വേണം സ്പീഡ് ചെയ്യാൻ. പിന്നെ ലെയിൻസ് ഉള്ള റോഡുകളിൽ ഓടിക്കുമ്പോൾ ലെയിൻ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സ്പീഡ് ചെയ്ത് ലെയിൻ സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നോർമലി പോകുന്ന സ്പീഡിൽ തന്നെ ലെയിൻ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറകെ വരുന്ന വണ്ടി വന്ന് ക്രാഷ് ആകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇത്രയും കൺസേൺസ് ആണ് സ്പീഡ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്നത്. നിങ്ങളും ഇതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്. റൈഡ് സേഫ്.